ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ ചേട്ടനുണ്ട്, അനിയത്തിയുണ്ട്, ഡൽഹിയിൽ നിന്ന് വന്ന ജലജക്കുട്ടി കണ്ടോ. പിന്നെ ജലജക്കുട്ടിയുടെ മൂത്ത മോളുണ്ട് ആര്യക്കുട്ടി. അപ്പോൾ അവിടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇനി അവളെ ഡൽഹിക്ക് കൊണ്ടുപോവുക. അമ്മ വന്നതാ മോളെ കൊണ്ടുപോകാൻ. പിന്നെ എൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോനാണ് ഇത്. ഭയങ്കര സ്നേഹം അവന് കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ അവന് അങ്ങ് ജീവനാണ്. ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് വെച്ച് പിന്നെ എന്തൊക്കെയാ അവനാണ് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ടോ. ഊണൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രൂട്ടൊക്കെ തന്നതൊക്കെ കഴിക്കുക. ഞാൻ ഇന്ന് വീട്ടിൽ ചേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്, തലവടിയിൽ. ഇതെൻ്റെ ചേച്ചിയുടെ മൂത്ത മോന രൂപേഷ്. അപ്പം ഞാനിങ്ങ് കുറച്ച് വെളിയിലോട്ട് വരുക. എൻ്റെ ചേട്ടനായിരിക്കുന്നത്. ചേട്ടൻ ഊണൊക്കെ കഴിഞ്ഞ് കാറ്റുവെള്ളമായിരിക്കുക. ചേട്ടോ എന്തേട്ടാ ഞാൻ വീഡിയോ എടുക്കുക. ഇപ്പം ഇന്ന് മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ തലവടിയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ചക്കുളത്ത് അമ്പലത്തിൻ്റെ അടുത്ത ചേച്ചിയുടെ വീട്. ഇപ്പോൾ ചേച്ചിയും ചേട്ടനുമൊക്കെ കിടക്കുന്ന റൂമാണ് ഇത്. എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ കിടക്കുന്ന റൂമാണ്. ഊണ് കഴിഞ്ഞ് ചേച്ചി ഇത് കണ്ടോ എന്തോ കഴിക്കുന്നതെന്ന് നോക്കിയോ. ഓരോ ഫ്രൂട്ടുകൾ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ആര്യക്കുട്ടി സുഖമാണോ? അങ്ങനെ ഞാൻ എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് നോക്കുക. ചേച്ചിയുടെ വീട്ടിൽ വന്നു കഴിയാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുക്കും. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീടിൻ്റെ പിറകുവശം. ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല, വെള്ളം കലങ്ങി കിടക്കുക. എപ്പോൾ വന്നാലും ഈ തെങ്ങേന്ന് കരിക്കിട്ട് തരും ചേട്ടൻ കുടിക്കാൻ വേണ്ടി. വിറവൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. ചോറൊക്കെ ഈ വിറകടുപ്പിലല്ലേ വെക്കുന്നത് ചേച്ചി. ചേനയും ചേമ്പും എല്ലാം നട്ടിട്ടുണ്ട്. ചേച്ചിക്കും ഈ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നട്ടു വളർത്തും. എൻ്റെ പച്ചമുളകൊക്കെ ചാക്കിനകത്താണ് നട്ട് വളർത്തിയത്. വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാം എടുത്ത് മേളി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല, വെള്ളം പൊങ്ങി മൊത്തം അഴുകിപ്പോവും. എന്താ കാക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.